പർച്ചേസും കാര്യങ്ങളും എല്ലാം കൂടിയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ബുദ്ധിമുട്ടായിട്ടൊരു കാര്യം, നമ്മളിപ്പോ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് 2 വാക്ക് പറയാവോ ചേച്ചി? നമ്മുടെ ഐഡന്റിറ്റി നമ്മളല്ലേ തീരുമാനിക്കാനുള്ളത്, മറ്റുള്ളവരോട് പറഞ്ഞിട്ടല്ലല്ലോ നമ്മുടെ ഐഡന്റിറ്റി. ഞാനിപ്പോ എന്താണെന്ന് ഞാനല്ലേ പറയാനുള്ളത്. പുറത്തൊരാൾ വന്ന് കണ്ട് ഞങ്ങളുടെ ഐഡന്റിറ്റി പറയാൻ പറ്റത്തില്ലല്ലോ. സത്യം. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങള് ഇങ്ങനെ ഒരു ട്രാൻസ് ബില്ല് ഞങ്ങൾക്കെതിരെ വന്നതുകൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ട്. എല്ലാ ട്രാൻസ് വ്യക്തികൾക്കും വളരെ ഒരു വിഷമമായിട്ടിരിക്കുന്നു. ട്രാൻസ്മെന്റിനും അതിനേക്കാളും വിഷമമുള്ളതാണ്. എന്ന് വെച്ചാൽ ട്രാൻസ്മെൻസിനെ ഒരിടത്ത് പോലും മെൻഷൻ ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല അവര്. അപ്പം എങ്ങനെയാണ് ട്രാൻസ്മെൻസ് മനുഷ്യർ ജീവിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ട്. നമ്മളൊക്കെ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ അറിയാം, ഇത്രയും പ്രായമായിട്ട് നമുക്ക് ഇപ്പൊ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട്. നമ്മളൊക്കെ വീടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് എത്രയോ വർഷമായി. നമ്മളൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരല്ലേ. അപ്പൊ നമ്മിങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട്. ഒരുപാട് സങ്കടത്തിലൂടെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ എന്നാലും നമ്മള് ദിനമുള്ള കാര്യങ്ങളും ദൈനംദിന ജീവിതവും ഒക്കെ ഇങ്ങനെ തന്നെ പോകും. ആരിനി എന്തൊക്കെ കൊണ്ടുവന്നാലും നമുക്ക് ഈ സമൂഹത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഒരുപാട് അധിക്ഷേപങ്ങൾ കേട്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. ഇത്രയും പോരാടിയാണ് നമ്മൾ ഇത്രയും വന്നത്. ഇനിയിപ്പോ അതിന് താഴത്തേക്ക് ആകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ചേച്ചി സ്വന്തമായിട്ട് തയ്യൽ കടയിട്ട് സ്റ്റിച്ചിങ് ഒക്കെ എല്ലാവർക്കും, നമ്മൾക്കും പുറത്തും ഒക്കെ തയ്യൽ കടയൊക്കെ ഇട്ട് നല്ല രീതിയിൽ വർഷങ്ങളായിട്ട് സ്റ്റിച്ചിങ് ജോലിയിൽ ഏർപ്പെട്ട് അത് നല്ല രീതിയിൽ സ്വയം തൊഴിൽ സംരംഭകയായിട്ട് ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചുകൊണ്ട് വനിതാ വികസന കോർപ്പറേഷൻ നമുക്ക് ലോൺ അനുവദിച്ച് തന്ന്, അതൊക്കെ ഈ സർക്കാർ വന്നതിന് ശേഷം പിന്നെ ഇപ്പോഴാ തിരിച്ചായി. ഇനിയിപ്പോ നമുക്ക് എന്താണെന്ന് നമുക്ക് തന്നെ ഒരു നിലനിൽപ്പില്ലാതാക്കി കളഞ്ഞു. ഒരുപാട് പേരാണ് ഇതുപോലെ വിഷമിക്കുന്നതും കരയുന്നതും വിളിക്കുന്നതും സങ്കടപ്പെടുന്ന ഒരുപാട് പേര്. ആർക്കും ഒരു ഇതില്ല, പ്രത്യേകിച്ച് ഒരു ലോ ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു നിയമവും കൂടെ വന്നപ്പോ നമ്മൾ അതും രാഷ്ട്രപതി 30-ാം തീയതി വൈകുന്നേരം ഒപ്പുവയ്ക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഇത്. പക്ഷെ എന്നാലും ഞങ്ങൾ തളരില്ല, നമ്മൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കും. നമുക്ക് പോരാടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതെ, നമ്മൾ പോരാടും.